ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് സ്കീം സുപ്രീം കോടതി റദ്ദാക്കി. ആദായ നികുതി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകുന്നുണ്ട് ഡെസ്കിൽ നിന്നും. നിതിൻ, നമുക്കറിയാം ഇത് നിരവധി തവണ കോടതി കയറി ഇറങ്ങിയ ഒരു സംഭവം തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ്. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയാനുള്ളത്. ഇതിൽ സുതാര്യത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി നിരീക്ഷിച്ചത് നിതിൻ? അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധി കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കോടതി എടുത്തു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ആദായ നികുതി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇതെന്നും കോടതി വളരെ കൃത്യമായി ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിധി പ്രസ്താവത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ തുക സംഭാവന നൽകുന്ന ആളുകളോട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കടപ്പാടുണ്ടാകും. അത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്ന ഒരു വിലയിരുത്തലും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കിട്ടിയ പണം, ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണമെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചു നൽകണമെന്നൊരു സുപ്രധാന ഉത്തരവാണ് ഈ കേസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം നിർത്തിവെക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. മാർച്ച് മാസം 6-നകം ഇത് മുഴുവൻ പണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കുകൾ മാർച്ച് 13-നകം തന്നെ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ തന്നെ എടുത്തു വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യം ഭരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ BJP ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളിൽ നിന്ന് വൻ തുകകൾ, കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കേറ്റ ഒരു കനത്ത തിരിച്ചടി കൂടിയാണിത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും ഈ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റ് ഭീമന്മാർ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയിരുന്നു. ഈ സംഭാവനകളെല്ലാം തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വിധിയിലൂടെ എത്തിയിരിക്കുന്നത്. ഭദ്ര, നിതിൻ, മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ കോടതി പറയുന്നുണ്ട്, ഈ കോർപ്പറേറ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. നമുക്കറിയാം ഈ 2017 കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമമല്ല ഇത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നയം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് നിലവിൽ വരുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു നയമല്ലേ നിതിൻ? ആദായ നികുതി നിയമത്തിൽ ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തത്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വലിയ തുക കോർപ്പറേറ്റ് ഭീമന്മാർ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് കഴിഞ്ഞ ദിവസം കണക്കുകൾ പുറത്തു വന്നിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. അവർക്കാണ് രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ ഇത്തരത്തിൽ വലിയ തുകകൾ സംഭാവന ചെയ്തത്. ഈ തുകകളെല്ലാം തന്നെ തിരിച്ചു നൽകണം എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുതന്നെ വലിയ പ്രതിസന്ധി രാഷ്ട്രീയ പാർട്ടികൾക്ക് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടാതെ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം നിർത്തിവെക്കാൻ SBIക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 6-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച കണക്ക് നൽകണമെന്നും എത്ര തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ മാർച്ച് 13-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര തുക സംഭാവനയായി ലഭിച്ചു എന്ന കാര്യം ഇപ്പോൾ മാർച്ച് 13 കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം വലിയ ഭീമമായ തുക പല കോർപ്പറേറ്റ് ഭീമന്മാരും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഭാവന ലഭിച്ച പാർട്ടി രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJPയാണ്. അവർക്കേറ്റ ഒരു തിരിച്ചടി കൂടിയാണ്. കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഏറ്റെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ചടി BJPക്കും ഏറ്റെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്തായാലും ഭരണഘടനാ ബെഞ്ചിന്റെ ഏറ്റവും നിർണായകമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഭദ്ര.
നിതിൻ, എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര സുപ്രധാനമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ സ്വാഗതം ചെയ്യുന്നത്? പ്രത്യേകിച്ചും CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് BJP ആണ്, രണ്ടാമത് കോൺഗ്രസും മൂന്നാമത് തൃണമൂൽ കോൺഗ്രസുമാണ്. അപ്പോൾ തീർച്ചയായും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഭദ്ര, ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതുവരെ ഇത് സംബന്ധിച്ച പ്രതികരണം ഒന്നും പുറപ്പെടുവിപ്പിച്ചില്ല, അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാരുടെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ പലരും ഇതിനോട് അനുകൂലമായ ഒരു പ്രതികരണമാണ് ഉണ്ടായത്. ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിധി സ്വാഗതം ചെയ്യുന്നു എന്നാണ് CPM-ന്റെ പല നേതാക്കന്മാരും പ്രതികരിച്ചിരിക്കുന്നത്. കോൺഗ്രസും ആ രൂപത്തിൽ തന്നെയായിരിക്കും പ്രതികരണം ഉണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് BJP-ക്ക് വൻകിട കോർപ്പറേറ്റ് കുത്തകകളുടെ വലിയ ഭീമമായ തുക സംഭാവന നൽകുന്നു എന്ന കോൺഗ്രസ് നിരന്തരം അധിക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപയാണ് BJP അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങുന്നതെന്ന് കോൺഗ്രസ് നിരന്തരം ആരോപണം ഉന്നയിക്കാറുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ കോൺഗ്രസ് BJP-ക്കെതിരെ നിരന്തരമായ ആരോപണങ്ങളും ആക്രമണവും നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ നിർണായക വിധി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് സ്കീം സുപ്രീം കോടതി റദ്ദാക്കി. ആദായ നികുതി നിയമത്തിന്റെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ.